ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ ആ വീട്ടുകാരുമായിട്ടൊക്കെ ഏറെക്കുറെ അടുത്ത് വരികയാണ്. അങ്ങനെ ആ നാട്ടുകാരും ഒക്കെ ആയിട്ട് വേദ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോഴും വിക്രമിനെ കുറിച്ച് നല്ലതല്ലാതെ ആ നാട്ടുകാർക്ക് ഒന്നും പറയാൻ തന്നെ ഉണ്ടായിരിക്കില്ല. അങ്ങനെ വേദ ഓരോരുത്തരായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം വിക്രം സഹായിച്ച ഓരോരോ കഥകൾ, ഓരോ രീതിയിലും അവരെ സഹായിച്ച വിക്രമിൻ്റെ നന്മയുള്ള മനസ്സ് മാത്രമാണ് വേദയ്ക്ക് എല്ലായിടത്തു നിന്നും അറിയാൻ സാധിച്ചത്. എന്നാൽ അച്ഛൻ്റെ മുമ്പിൽ മാത്രമാണ് ഇങ്ങനെ ഇത്ര ദുഷ്ട കഥാപാത്രമായിട്ട് വിക്രം ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ വേദയ്ക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ സ്വയം മനസ്സിലാക്കുന്നുണ്ട് വിക്രമിൻ്റെ നന്മയെക്കുറിച്ചും വിക്രം ഇങ്ങനെ ഗുണ്ടയാകാനുള്ള കാരണം എന്താണെന്നാണ് പിന്നീട് നമ്മുടെ വേദയുടെ അന്വേഷണം പോകുന്നത്. പിന്നീടായിട്ട് വേദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, തൻ്റെ അച്ഛൻ ഭയപ്പെടുന്നത് പോലെ താനൊരു ഗുണ്ടയുടെ വീട്ടിലേക്കല്ല വന്നിരിക്കുന്നത്, ഞാൻ എത്തിപ്പെടേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്, അത്ര നന്മ നിറഞ്ഞ ഒരാളുടെ കൂടെയാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ദിവസം വിക്രമിൻ്റെ മുറിയിലേക്ക് കടക്കുന്ന വേദ ഇങ്ങനെ വിക്രമിൻ്റെ അലമാരി തുറന്ന് കാണുമ്പോഴത്തേക്കിനും ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് വേദ അവിടെ നിന്ന് കാണുന്നത്. വിക്രമിൻ്റെ സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ കണ്ട് വേദ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. വിക്രമിൻ്റെ എഡ്യൂക്കേഷൻ ഒക്കെ കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഈ വിക്രം ഇങ്ങനെ ആയി എന്നുള്ളത് വേദയെ കൂടുതൽ ഇങ്ങനെ ആകാംക്ഷയാക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേദ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും എല്ലാ 10ാം ക്ലാസ്സിലാണെങ്കിലും ഹയർ എഡ്യൂക്കേഷൻസിലൊക്കെ നല്ല റാങ്കോടുകൂടി പാസ്സായത് തന്നെയാണ് വിക്രം. പിന്നെ എന്തുകൊണ്ട് പഠിപ്പ് പകുതിക്ക് വെച്ച് മുടക്കി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് വേദ. അങ്ങനെ കമലാമ്മയുടെ അടുത്തേക്ക് ചെന്ന് അന്വേഷിക്കുന്നതൊക്കെയാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡിൽ വരുന്നത്. എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. പിന്നീടായിട്ട് കാണിക്കുന്നത് വേദ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അവിടേക്ക് മാഷ് വരുന്നുണ്ട് കേട്ടോ. മാഷ് വന്നിട്ട് വേദയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി നിന്റെ തീരുമാനം, നിനക്ക് മടങ്ങി പോവാറായില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും വേദ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ മടങ്ങി പോവാൻ വന്നതല്ല, എനിക്ക് എൻ്റെ താലി കെട്ടിയ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോവില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും മാഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നീ എന്ത് കണ്ടിട്ടാണ്, എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഒരു തെമ്മാടിയുടെ കൂടെ ജീവിച്ച് നീ നിന്റെ ജീവിതം നശിപ്പിച്ച് കളയാതെ, നിനക്ക് വിദ്യാഭ്യാസവും നല്ല കുടുംബ മഹിമയും ഒക്കെ ഉള്ള ആളല്ലേ, നീ എന്തുകൊണ്ട് ഇങ്ങനെ അനുസരിക്കുന്നില്ല, നിനക്ക് നല്ല രീതിയിൽ പോയി ജീവിച്ചുകൂടെ, നീ വെറുതെ നിന്റെ ജീവിതം നശിപ്പിച്ച് കളയല്ലേ എന്നൊക്കെ ഇങ്ങനെ മാഷ് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഇത് വെറുതെ തമാശ കളിയല്ല, ഇത് ദൈവനിശ്ചയമാണ്, ഇത് ഉമാമഹേശ്വരിയുടെ തീരുമാനമാണ്, ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് വിക്രമ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്നിങ്ങനെ പറഞ്ഞ് താലി ഉയർത്തി കാണിക്കുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, നീ വീണ്ടും വീണ്ടും ഇത് തന്നെ പറയാണോ, നിനക്കൊരു വിദ്യാഭ്യാസ യോഗ്യതയില്ലേ, നിനക്ക് എഡ്യൂക്കേഷൻ ഇല്ലേ, അപ്പോൾ ഇതുപോലെയുള്ള ഇത്തരം മണ്ടത്തരങ്ങളിലൊക്കെ വിശ്വസിച്ച് നിൽക്കാതെ ഒരു താലിയുടെ പേര് പറഞ്ഞ് നീ നിന്റെ ജീവിതം നശിപ്പിക്കാതെ മടങ്ങിപ്പോവാൻ നോക്കുന്ന ഇങ്ങനെ മാഷ് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഇല്ലച്ചാ ഞാനിനി മടങ്ങിപ്പോവാനല്ല, ഈ താലിയിൽ ഞാൻ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്, ഇത് ദൈവനിയോഗമാണ്, ഒരു പക്ഷേ അച്ഛൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് എന്നെ അയച്ചിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ദൈവം കണ്ടിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും മാഷ് പറയുകയാണ്, ഒരു തെമ്മാടിയുടെ കൂടെ നിനക്ക് നിന്റെ ജീവിതം നശിപ്പിച്ച് തീർക്കാനാണ് വിധിയെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, വിക്രമിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു വെച്ചാൽ ഇത്രയും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഇതുപോലെ മെഡലുകളൊക്കെ വാരിക്കൂട്ടിയ ഒരു അധ്യാപകൻ്റെ മകനുമായ വിക്രം ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഇങ്ങനെയാവില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തുകൊണ്ട് ഇത്രയും റാങ്കുകളും ഇത്രയും വിദ്യാഭ്യാസവും ഉള്ള വിക്രം ഇങ്ങനെ ആയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാമെന്നും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ എന്നിൽ നിന്ന് അതെല്ലാം മറച്ചു വയ്ക്കുന്നു, എന്താണ് അതിന് കാരണം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മാഷിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ കൂടുതലൊന്നും അറിയണ്ട, വിക്രമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ, പക്ഷേ നിനക്ക് എന്തറിയാം, ഈ വീടിനെ കുറിച്ചോ ഈ വീട്ടുകാരെ കുറിച്ചോ നിനക്കൊന്നും അറിയില്ല. അപ്പോഴേക്കും വേദ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക്
വിക്രമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇനി ബാക്കി കുറച്ച് എങ്ങനെ ഈ വിക്രം ഈ അവസ്ഥയിലേക്കായി എന്നുള്ള കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ ആ കൂടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരുപക്ഷെ അച്ഛനൊരു മാഷല്ലേ, അധ്യാപകനല്ലേ, അച്ഛന് ഒരുപക്ഷെ ഒന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ വിക്രമിനെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ മാഷിനോടായിട്ട് കുറേ ചോദ്യങ്ങളാണ് മാഷിൻ്റെ മുമ്പിലേക്ക് വേദ വയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ വേദ പറയുകയാണ്, എത്രയോ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകനാണ് മാഷിൻ്റെ കുട്ടിയൊന്ന് നേർവഴിക്ക് നടത്താൻ കഴിയില്ലായിരുന്നോ എന്നൊക്കെ പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, നിന്നോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഒരുപാട് ഉപദേശിച്ചതാണ് അവനെ, ഇനിയിപ്പോൾ അവൻ നന്നാവില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ പറയുന്നത്, നീ മടങ്ങിപ്പോവാനുള്ള വഴി നോക്ക്, നീ എത്രയും പെട്ടെന്ന് നിൻ്റെ ജീവിതം നോക്കി പോവുക എന്ന് പറഞ്ഞിട്ട് നിരാശയോടുകൂടി മാഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് മാഷിൻ്റെയും വേദയുടെയും സംസാരങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കമലാമ്മ അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കമലാമ്മയെ അടുത്തേക്ക് ചെന്ന് വേദ ചോദിക്കുകയാണ്, അമ്മ എന്നെ ഒരു മകളായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകണം, വിക്രം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് അമ്മ എനിക്ക് പറഞ്ഞു തരണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതൊന്നുമില്ല മോളെ എന്നിങ്ങനെ വിഷയം മാറ്റി പോകാനായിട്ട് കമലാമ്മ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എനിക്ക് ആ ഒരു രഹസ്യം മാത്രം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വിക്രമിൻ്റെ പഠിത്തത്തിൻ്റെയും വിദ്യാഭ്യാസ യോഗ്യതയുടെയും റാങ്ക് ലിസ്റ്റുകളും ഒക്കെ ഞാൻ കണ്ടതാണ്. ഒരിക്കലും ഇത്ര സമർത്ഥനായ ഒരാൾക്ക് ഇതുപോലെ ഒരു ഗുണ്ടയോ തെമ്മാടിയോ ആകാൻ കഴിയില്ല. തന്നെയല്ല ഇവിടുത്തെ ഒരു നാട്ടുകാർക്കും വിക്രമിനെ കുറിച്ച് ഒരു പരാതിയും ഞാൻ എൻ്റെ ചെവിയിൽ ഇതുവരെ കേട്ടില്ല. എല്ലാവർക്കും വിക്രം സഹായിച്ച കഥകളും നന്മ ചെയ്ത കാര്യങ്ങളും മാത്രമേ പറയാനുള്ളൂ. പിന്നെ വിക്രം എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നുള്ളതിന് ഉത്തരം പറയാൻ ഒരു പക്ഷേ അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ ആ കമലാമ്മയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് കമലാമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കമലാമ്മ ഇങ്ങനെ ജനലിൻ്റെ കമ്പികളിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയാണ്, അത് മോളെ വിക്രം നന്നായിട്ട് പഠിക്കുകയായിരുന്നു, നല്ല സമർത്ഥനും മാഷിന് ഒരുപാട് ഇഷ്ടമുള്ള മകനുമായിരുന്നു. മാഷിന് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു വിക്രമിനെ കുറിച്ച്. എല്ലാ മത്സരങ്ങളിലും എല്ലാ ക്ലാസ്സുകളിലും 1ാം റാങ്കോടുകൂടി പാസ്സായതായിരുന്നു ഞങ്ങളുടെ മോൻ. അങ്ങനെ മാഷ് പഠിപ്പിച്ച സ്കൂളിൽ തന്നെയാണ് അവൻ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചിരുന്നതും. സുധാകരൻ മാഷിൻ്റെ മകനെന്നുള്ള ഒരു പരിഗണനയും സ്നേഹവും എല്ലാവരിൽ നിന്നും അവന് കിട്ടിയിരുന്നു. മാഷിനും എപ്പോഴും അവനെക്കുറിച്ച് ഓർത്ത് അഭിമാനവുമായിരുന്നു. എന്നാൽ അവൻ കോളേജിൽ പഠിക്കാൻ പോയിരുന്ന ഡിഗ്രി 3ാം വർഷ സമയത്തായിരുന്നു ആ സംഭവം ഉണ്ടായത്. അവൻ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി എക്സാമിന് നല്ല നിലയിൽ റാങ്ക് മേടിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി എക്സാമിനായിട്ട് പോയതാണ്. മാഷും അത്രയേറെ തന്നെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു മോൻ്റെ റാങ്കും പ്രതീക്ഷിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സംഭവം നടന്നതെന്ന് പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ വിങ്ങി പൊട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ ആ സംഭവം എന്നിങ്ങനെ വേദ ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം അവൻ എക്സാമിന് പോയ ദിവസം പെട്ടെന്ന് തന്നെ മാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. വിക്രമിന് കോപ്പി അടിച്ചതിൻ്റെ പേരിൽ എക്സാം എഴുതാൻ സാധിക്കില്ല, അവനെ പുറത്തു അയക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ആ കോള്. ഇത് കേട്ട് മാഷ് ആകെ മാനസികമായിട്ട് തളർന്നു. ഇതെല്ലാം ന്യൂസിൽ വരികയും ചെയ്തു കേട്ടോ. അങ്ങനെ വിക്രം വീട്ടിൽ വന്ന് ഒരുപാട് തവണ മാഷിനോടായിട്ടും ഞങ്ങളോടെല്ലാവരുമായിട്ടും ആണയിട്ട് പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല എന്നൊക്കെ വിക്രം ഒരുപാട് പറഞ്ഞെങ്കിലും ആരും അത് വിശ്വസിക്കാൻ പോയില്ല. എന്നാൽ അവനെ ചതിച്ച ആ കൂട്ടുകാരനെ തപ്പിയെടുത്ത് അവൻ്റെ കാല് തല്ലി ഒടിക്കായിരുന്നു വിക്രം ആദ്യം ചെയ്ത തെറ്റ്. അങ്ങനെ അത് വലിയ ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് വലിയ ലെവലിലേക്ക് പോയി. അത് ന്യൂസുകൾ പത്രങ്ങളിൽ വരികയും ഒക്കെ ഉണ്ടായി. എന്നാൽ ന്യൂസ് വന്നത് വേറൊരു തലത്തിലായിരുന്നു. കോപ്പി അടിച്ചെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞ കുട്ടിയെ പോയി വിക്രം തല്ലി എന്നുള്ളതായിരുന്നു ന്യൂസിലേക്ക് വന്നത്. അങ്ങനെ അപമാനിതനായ മാഷ് മാനസികമായും ഒരുപാട് തകർന്ന അവസ്ഥയിലേക്കായി. പിന്നീട് മാഷിന് വിക്രമിനെ കാണുന്നത് തന്നെ ബുദ്ധിമുട്ടായി. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ മകൻ ഗുണ്ടായുസത്തിലേക്ക് ഇറങ്ങി എന്നത് അത് തന്നെയാണ്. അവൻ്റെ സത്യം തെളിയിക്കാനായി അവൻ ഇറങ്ങി തിരിച്ചതായിരുന്നു അവൻ്റെ ആദ്യ ഗുണ്ടാ പരിപാടി. പിന്നീടാണ് ഞങ്ങൾ സത്യങ്ങളെല്ലാം അറിയുന്നത്. എന്നാൽ മാഷ് ഇതുവരെയും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല.
എൻ്റെ മോൻ എക്സാം എഴുതുന്ന സമയത്ത് വേറൊരു കുട്ടി പെട്ടെന്ന് ഒരു കോപ്പി എടുത്ത് എൻ്റെ കുട്ടിയുടെ ദേഹത്തേക്ക് എറിയുകയായിരുന്നു. അവനത് എടുത്ത് വെച്ച് എന്താണെന്ന് നോക്കുന്ന സമയത്താണ് എക്സാമിനർ അവനെ പിടിക്കുന്നതും അവനാണ് കോപ്പി എഴുതിയെന്നും പറഞ്ഞിട്ട് അവനെ എക്സാം ഹാളിൽ നിന്ന് പുറത്താക്കുന്നതും. എന്നാൽ എൻ്റെ ആ മറ്റൊരു കുട്ടി അവന് എക്സാം എഴുതാൻ പാടില്ല, റാങ്ക് കിട്ടാൻ പാടില്ല എന്ന് ഒരു കാരണത്താലാണ് അവനത് ചെയ്തത്. എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടിയുടെ ക്രിമിനൽ ബുദ്ധി എൻ്റെ മോൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. എൻ്റെ മോൻ ഇത്രയും ഇങ്ങനെ ആയിത്തീരാൻ ആ കുട്ടി ഒരു കാരണമായി എന്ന് പറഞ്ഞ കമലാമ്മ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ആ കുട്ടിയെ അവനെ തപ്പി എടുത്ത് വിക്രം പോയി അവൻ്റെ കാല് തല്ലി ഒടിക്കുകയായിരുന്നു. ന്യൂസിലൊക്കെ വന്നത് വേറൊരു തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് മാഷും അവനെ ഒരിക്കലും വിശ്വസിച്ചില്ല, ഞങ്ങൾ ആരും തന്നെ. എന്നാൽ എനിക്കറിയാമായിരുന്നു എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവനെ എനിക്ക് അല്ലാതെ മറ്റാർക്കും അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമലാമ്മ കരയുന്നത് എല്ലാം മാഷ് പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് മാഷിന് ഒരുപാട് സങ്കടം ഉണ്ടാവുകയാണ്. ഞാൻ എൻ്റെ കുട്ടീനെ മനസ്സിലാക്കിയില്ലോ, വിക്രമിനെ ഞാൻ ഒരു പക്ഷേ ഞാൻ അവനെ അന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ ഈ അവസ്ഥയിലേക്ക് പോയില്ലായിരുന്നു എന്നൊക്കെ മാഷിൻ്റെ മനസ്സിലും ചിന്തയുദിക്കുന്നുണ്ട്. ഈ സമയം കമലാമ്മ വീണ്ടും വേദയോടായിട്ട് പറയുകയാണ്, അവനങ്ങനെ ആ പണിക്ക് ഇറങ്ങി. പിന്നീട് ആരും അവനെ അംഗീകരിക്കാനോ അവൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനോ നിന്നില്ല. അവനങ്ങനെ ഗുണ്ടായുസത്തിലേക്കൊക്കെ ഇറങ്ങി, കാണുന്ന പണിക്കെല്ലാം പോയി തുടങ്ങി. മാഷ് പിന്നീട് അവനോട് മിണ്ടാനോ അവനോടൊരു സ്നേഹം കാണിക്കാനോ നിന്നില്ല. അതൊക്കെ അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എൻ്റെ കുട്ടി പിന്നീടൊന്ന് ചിരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ കമലാമ്മ പറയുമ്പോൾ വേദ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഒരിക്കലും വിഷമിക്കണ്ട, എനിക്കൊരു പക്ഷേ വിക്രമിനെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുത്ത് കൊണ്ടുവരാൻ പറ്റും, വിക്രമിനെ പഴയ രീതിയിലാക്കി എടുക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേനും വേദ പറയുന്നുണ്ട്, അതെ അമ്മേ, ഞാൻ അമ്മയുടെ മകനെ മാറ്റി നല്ല രീതിയിലാക്കി തിരിച്ചു തരും, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, ഉണ്ട് മോള് അതിനായിരിക്കും ദൈവം മോളെ ഒരു നിമിത്തമായിട്ടാണ് എൻ്റെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കാം മോളെ ഇങ്ങനെ ഇവിടേക്ക് വീണ്ടും എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ വേദയെ ചേർത്ത് നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.